everyone, welcome to English Light. ഇന്ന് നമ്മൾ preposition of time എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ടൈമിനെ സൂചിപ്പിക്കുന്ന 3 prepositions ആണ് in, on, at. ഇവർ 3 പേരുടെയും ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇവർ 3 പേരും എങ്ങനെയാണ് ഒരു ടൈം ഇൻറ്റൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻ എന്താണെന്ന് നോക്കാം. ഇൻ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. മന്ത്, ഇയർ, സെഞ്ച്വറി ആൻഡ് എ ലോങ് പീരിയഡ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാസത്തെ, ഒരു വർഷത്തെ, അതുപോലെ തന്നെ ഒരു സെഞ്ച്വറി, ഒരു നൂറ്റാണ്ടിനെ, ആൻഡ് ഒരു ലോങ് പീരിയഡ്, ഒരു നീണ്ട കാലയളവിനെ. ഈ 4 കാര്യങ്ങളെയാണ് മെയിനായിട്ടും ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ ഫോക്കസ് ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ മെയ്, ഇൻ 1982, ഇൻ 20s, ഇൻ 1 year, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളെയാണ് മെയിനായിട്ട് ഇൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സെൻറ്റൻസ് എക്സാമ്പിൾസിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീ വിൽ ബി ഇൻ ദുബായ് ഇൻ മെയ്. അവൻ മെയ്യിൽ ദുബായിലായിരിക്കും. ഓക്കെ, ഹീ വിൽ ബി ഇൻ ദുബായ് ഇൻ മെയ്. മെയ്യിൽ അവൻ ദുബായിലായിരിക്കും. കണ്ടോ? മൈ ഗ്രാൻഡ് മദർ വാസ് ബോൺ ഇൻ 1982. എൻ്റെ ഗ്രാൻഡ് മദർ 1982 ജനിച്ചത്. സോ ഇൻ എന്ന് പറയുമ്പോൾ ആ ഒരു സ്പെസിഫിക് വർഷം 1982 എന്നുള്ള ഒരു വർഷമാണ് അവിടെ ഇൻറ്റൻറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്നത്. സോ ഇതാണ് ഇൻ. സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മന്ത്, ഇയർ, സെഞ്ച്വറി ആൻഡ് എ ലോങ് പീരിയഡ്. ഈ 4 കാര്യങ്ങളെയും കാണിക്കാനാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓൺ. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റിനെ അല്ലെങ്കിൽ ഒരു ഡേയിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൺ മൺഡേ, ഓൺ സൺഡേ, ഓൺ ഫ്രൈഡേ എക്സെട്ര. അറ്റ് ദ സെയിം ടൈം ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൺ 12th June, അതായത് ജൂൺ മാസത്തിലെ ആ ഒരു സ്പെസിഫിക് ഡേറ്റിനെ അതെടുത്ത് കാണിക്കുന്നു. ഓൺ 1st January, January 1st എന്ന ഒരു ഡേറ്റിനെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ഓൺ 12th January. അവൾ 12th Januaryയിൽ മാരീഡ് ആവാൻ പോവുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രപ്പോസിഷൻ ഓഫ് ഓൺ വരുന്നത്. ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നതാണ് അറ്റ് എന്ന് പറയുന്നത്. അറ്റ് മെയിൻലി നോക്കുന്നത് സ്പെസിഫിക് ടൈമിനെയാണ്. ഫോർ എക്സാമ്പിൾ അറ്റ് നൂൺ, അറ്റ് മോർണിംഗ്, അറ്റ് 9 AM അങ്ങനെയുള്ള ടൈമിന്. അപ്പോൾ ഇത് സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ലീവ് ദ ഓഫീസ് അറ്റ് ഈവനിങ്. ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങും. ഐ വിൽ ബി ദെയർ അറ്റ് 10 o'clock. ഞാൻ 10 മണിക്ക് അവിടെ ഉണ്ടാകും. സോ ഇതാണ് ഇൻ, ഓൺ, അറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് മന്തിനെ, ഒരു സ്പെസിഫിക് ഇയറിനെ, സെഞ്ച്വറിനെ, പിന്നെ ഒരു ലോങ് പീരീഡിനെ കാണിക്കാനാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത്. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേനെയാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈമിനെ കാണിച്ചു തരുന്നു. സോ ഇൻ, ഓൺ, അറ്റ് എന്നുള്ള ഈ 3 എണ്ണത്തിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് ധരിക്കുന്നു. താങ്ക് യു.